Good morning students, welcome to this video. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ NPN ട്രാൻസിസ്റ്ററിനെയും PNP ട്രാൻസിസ്റ്ററിനെയും എങ്ങനെ ആക്റ്റീവ് മോഡിന് വേണ്ടി എങ്ങനെ ബയസ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വർക്കിംഗ് ഓഫ് an NPN ട്രാൻസിസ്റ്റർ. ഒരു NPN ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ആയിട്ടൊക്കെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡ് ആയിരിക്കും. ആക്റ്റീവ് മോഡിൽ ട്രാൻസിസ്റ്ററിന്റെ രണ്ട് ജംഗ്ഷനും, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ NPN ട്രാൻസിസ്റ്റർ ബയസിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് എമിറ്റർ, ഇത് ബേസ്, താഴെ എഴുതിക്കൊണ്ട് എമിറ്റർ, ബേസ്, കളക്ടർ. ഇത് N, ഇത് P, N, NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആണെന്ന് പഠിച്ചു. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ്, അതാണോ എന്ന് ആദ്യമേ നോക്കാം. ഇവിടെ നോക്ക്, പി ടൈപ്പ് മെറ്റീരിയല് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ ടൈപ്പ് മെറ്റീരിയല് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പി ടൈപ്പ് മെറ്റീരിയല് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. പി ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ്. അതായത് പി ടൈപ്പ് ആണ് ബേസ്. ആ പി ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ്. ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ നോക്കാം. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും ആക്റ്റീവ് മോഡിൽ. അപ്പോൾ അവിടെ എൻ ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിവേഴ്സ് ബയസ് എന്ന് പറയാം. അപ്പോൾ എൻ ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ബയസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ജംഗ്ഷൻ, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും എന്താ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ ഒഴുകുന്ന കറണ്ട് നോക്കുക. ഓക്കെ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ടെർമിനൽ വഴി ഒഴുകുന്ന കറണ്ട് ആണ്. അതിനെ എമിറ്റർ കറണ്ട് എന്ന് പറയും. ഓക്കെ, I is the current flowing through emitter terminal. ഓക്കെ, I എന്ന് പറയുന്ന കറണ്ട് എമിറ്റർ ടെർമിനൽ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. അതിനെ എമിറ്റർ കറണ്ട് എന്ന് പറയും. IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ടെർമിനൽ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഓക്കെ, അതിനെ ബേസ് കറണ്ട് എന്ന് പറയും. IC എന്ന് പറഞ്ഞാൽ കളക്ടർ ടെർമിനൽ വഴി ഒഴുകുന്ന കറണ്ട് ആണ്. അതിനെ കളക്ടർ കറണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ വഴി മൂന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒന്ന് എമിറ്റർ വഴിയാണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എമിറ്റർ ഈസ് നോൺ ആസ് എമിറ്റർ കറണ്ട് ആൻഡ് സിംബൽ ഈസ് IE. കറണ്ട് ഫ്ലോയിങ് ത്രൂ ബേസ് ഈസ് നോൺ ആസ് ബേസ് കറണ്ട് ആൻഡ് ഇറ്റ്സ് സിംബൽ ഈസ് IB. ഓക്കെ, ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ കളക്ടർ ഈസ് നോൺ ആസ് കളക്ടർ കറണ്ട് ആൻഡ് ഇറ്റ്സ് സിംബൽ ഈസ് IC. ഓക്കെ, അപ്പോൾ മൂന്ന് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്ന IE, IB, IC. അപ്പോൾ current flowing through emitter terminal is known as emitter current and its symbol is IE. Emitter current in the symbol
IE, emitter current symbol IE, base current IB, collector current IC. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നമ്മൾ എമിറ്റർ എന്ന് പറയുന്നത് എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഹിയർ emitter is n-type material. Emitter is n-type material. Emitter എന്ന് പറയുന്നത് n-type മെറ്റീരിയൽ ആണ്. നമുക്കറിയാം n-type മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ എമിറ്റർ n-type ആണ്, ബേസ് p-type ആണ്, കളക്ടർ n-type ആണ്. അപ്പോൾ n-type മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ എമിറ്റർ n-type ആണ്, മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഓക്കെ, majority carriers in n-type materials electron electrons ആണ് n-type മെറ്റീരിയൽ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ n-type മെറ്റീരിയലിലെ ബാറ്ററിയുടെ ഏത് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം n-type മെറ്റീരിയൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം നെഗറ്റീവ് ടെർമിനലാണ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ഈ n-type സെമി കണ്ടക്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ n-type സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയർ എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഓക്കെ, അത് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സെയിം ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ n-type മെറ്റീരിയൽ ഉള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്തു പോകും. കാരണം സെയിം ചാർജസ് ആണ് രണ്ടിനും. നെഗറ്റീവ് ടെർമിനലിന് നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസിനും നെഗറ്റീവ് ചാർജ് ആണ്. സെയിം ചാർജസ് വരുമ്പോൾ രണ്ടും തമ്മിൽ എന്തോ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ n-type ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. n-type is connected to negative terminal of battery. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ചെയ്യും? റിപ്പൽ ചെയ്തു പോകും. അതിനെ ആര് അട്രാക്ട് ചെയ്യും? പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, ആര് അട്രാക്ട് ചെയ്യും? ഈ കളക്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ആർ repelled from negative terminal of battery ഓക്കെ. അപ്പോൾ ഇവിടെ
ഇലക്ട്രോൺസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോകും. അതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എന്തോ ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പി ടൈപ്പുമായിട്ട്, അതായത് ബേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞത് കളക്ടർ എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഈ പോസിറ്റീവ് ടെർമിനല് ബേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് പി ടൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ബേസിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ആർ റിപ്പലഡ് ഫ്രോം നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് attracted towards positive terminal of battery. Okay, അപ്പോൾ ഇലക്ട്രോൺസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പല് ചെയ്യുകയും അതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് എന്തോ ചെയ്യും, ബേസിലേക്ക് പോകാൻ ശ്രമിക്കും. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ബേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബേസിലേക്ക് പോകാൻ ശ്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ് ഇത്. ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസിന് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഒരു ബാരിയർ കാണും, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കാണും. അത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ, അതായത് ഒരു റെസിസ്റ്റൻസ് കാണും. അവിടെ ഇലക്ട്രോൺസിന് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ക്രോസ് ചെയ്യാൻ, കടന്നു പോകാൻ അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? നമ്മളിവിടെ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് എമിറ്റർ ബേസ് junction is forward biased. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യപ്പെട്ടാൽ അതിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ കുറയും, അതിന്റെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ, ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്. സോ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ കുറയും. Now electrons from emitter can pass to base. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ബാരിയർ അവിടുത്തെ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർവേഡ് ബയസ് കൊടുത്തു കഴിഞ്ഞാൽ ആ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യപ്പെടും, അവിടുത്തെ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യപ്പെട്ടാൽ എമിറ്ററിലുള്ള ഇലക്ട്രോണിന് ഈസി ആയിട്ട് ബേസിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് ബേസിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് എമിറ്റർ കറണ്ട് ഐ. ദിസ് constitute emitter current I. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട്, അതായത് ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് എമിറ്റർ കറണ്ട് ഐ.
ഞാൻ ഇതുവരെ പറഞ്ഞത് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എമിറ്റർ എന്താണ്. എമിറ്റർ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എമിറ്റർ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ആ എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിന് നെഗറ്റീവ് ചാർജ്, രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പൽ ചെയ്യും. അതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ടെർമിനൽ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബേസുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പൽ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകാനൊരു ടെൻഡൻസി കാണും. അത് ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി തോന്നും. പക്ഷേ ഈ എമിറ്ററിനും ബേസിനും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കാണും. അത് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇവിടെ കുറവാണ്. കാരണം നമ്മൾ ആ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ കുറവാണ്, റെസിസ്റ്റൻസ് കുറവാണ്. ഇലക്ട്രോൺസിന് വലിയ തടസ്സം കൂടാതെ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകാം. ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരുന്നെങ്കിൽ പോകാൻ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഇലക്ട്രോൺസിന് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകാൻ സ്വല്പം ബുദ്ധിമുട്ട് കണ്ടേനെ. പക്ഷെ ഇവിടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ ബാരിയർ കുറവാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് പോകും. അങ്ങനെ ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകുമ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് എമിറ്റർ കറണ്ട് ഐ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി വർക്കിംഗ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.